കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ 3 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. പത്തനംതിട്ട മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരി, പായിപ്പാട് സ്വദേശി ഷിബു എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. പൊതുദർശനത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് 3 പേരുടെയും സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും അതുപോലെ കോട്ടയത്ത് നിന്ന് എബിൻ ജോസും തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ശ്രീജിത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. ഈ ദുരന്തത്തിന്റെ ഒരു ഞെട്ടൽ ഈ നാട്ടിൽ നിന്ന്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ട 6 പേരാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചത്, അല്ലെങ്കിൽ തീപിടുത്തത്തിൽ മരിച്ചത്. ഏറ്റവും ഒടുവിൽ ഇനി 3 പേരുടെ സംസ്കാരം കൂടി നടക്കാനുണ്ട്. എന്തായാലും തോമസ് സി ഉമ്മൻ, അദ്ദേഹത്തിന്റെ സംസ്കാരം മേപ്രാൽ സെന്റ് ജോൺസ് പള്ളി സെമിത്തേരി, ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലാണ് നടക്കുക. ഇന്നലെ വൈകിട്ടോടുകൂടി അവിടെ പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നൊരു 11 മണിയോടുകൂടി പള്ളിയിലേക്ക് കൊണ്ടുപോയി ഉച്ചയോടുകൂടി അവിടെ സംസ്കാരം നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. വളരെ വിഷമത്തോടു കൂടിയാണ് ആ നാട് അദ്ദേഹത്തിന് വിട നൽകുന്നത്. ഇനി 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ കൂടി നാളെ നടക്കാനുണ്ട്. അത് സിബിൻ ടി എബ്രഹാം, കീഴ്വായ്പൂർ സ്വദേശി, അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെ അവിടുത്തെ പള്ളിയിലാണ് നടക്കുക. ഇത് കൂടാതെയാണ് സജു വർഗീസ്, അദ്ദേഹം കോന്നി അട്ടച്ചാക്കൽ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരവും നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വേദനയിലാണ് ഈ നാട്. വളരെ വിഷമത്തോടു കൂടി ജന്മനാട് ഇന്ന് തോമസ് സി ഉമ്മന് വിട നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ഇനി നമുക്ക് കോട്ടയത്തേക്കൊന്ന് പോകണം. എമിൻ ജോസ് നമുക്കൊപ്പം ചേരുന്നു. എമിൻ ജോസ്, ഗുഡ് മോർണിംഗ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഇന്ന് കോട്ടയത്ത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 2 പേരുടെ സംസ്കാരമാണ് നടക്കുന്നത്. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയും അതുപോലെ തന്നെ പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിൻ്റെയും സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. ഇരുവരുടെയും സംസ്കാരം 2 മണിക്കാണ്. ഇപ്പോൾ നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. തുരുത്തി യൂദാപുരം സെന്റ് ജൂഡ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ശ്രീഹരിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടി ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തും. അതിനുശേഷം പൊതുദർശനം ഉണ്ടാകും. പിന്നീട് 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഷിബു വർഗീസിൻ്റെയും മൃതദേഹം 10 മണിയോടുകൂടി പായിപ്പാടുള്ള വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഇരുവർക്കും വിട നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ് നാട്. ഏറെ വേദനാജനകമായ കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ മൃതദേഹം എത്തിച്ചപ്പോഴൊക്കെ കണ്ടത്. നാട് വിതുമ്പലോടെയാണ് ഇരുവരെയും ഏറ്റുവാങ്ങിയത്. ഇന്ന് ഇരുവർക്കും വിട നൽകുവാൻ നാട് ഒരുങ്ങി നിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു ബിൻ ജോസ്. എന്തായാലും 50 ആളുകൾ മരിച്ച കുവൈറ്റ് തീപിടുത്തം, ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇന്നും കേരളത്തിൽ കത്തി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ജോലി തേടി കുവൈറ്റിലേക്ക് പോയി അവസാനം ജീവച്ഛവമായി ചേതനയേറ്റ് മടങ്ങി വന്ന ഇവരുടെ വിയോഗമുണ്ടാക്കുന്ന ദുഃഖം ഇന്നും കേരളത്തിൽ അനുഭവിച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.